ഹായ് എല്ലാ കൂട്ടുകാർക്കും സാനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ മഹീന്ദ്ര ബലേറോയുടെ B8 ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. റീസെന്റ് അപ്ഡേറ്റ് ചെയ്തു വന്ന വേരിയന്റ് ആണിത്. പുതിയ ബലേറോ നമുക്കിപ്പോൾ 4 വേരിയന്റിലാണ് ലഭിക്കുന്നത്. ബേസ് വേരിയന്റ് ആയിട്ട് B4, പിന്നെ B6 ഓപ്ഷണൽ, ഇത് B8 വേരിയന്റ് ആണ്. അപ്പോൾ റീസെന്റ് അപ്ഡേറ്റ് വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, എന്തെല്ലാം പുതിയ ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ടുണ്ട്, GST അപ്ഡേറ്റിന് ശേഷം എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. റീസെന്റ് ലോഞ്ച് ചെയ്ത ബലേറോയുടെ ടോപ്പ് എൻഡ് വേരിയന്റ് B8 വേരിയന്റ് ആണ്. ഇപ്പോൾ റീസെന്റ് അപ്ഡേറ്റ് വന്നതിന് ശേഷം ഈ വാഹനത്തിന് കുറച്ചും കൂടി ഒരു SUV ലുക്ക് പ്ലസ് ഒരു പ്രീമിയം ടച്ചൊക്കെ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം അതിനകത്ത് വന്നിരിക്കുന്ന ക്രോം ഇൻസേർട്ട് കാര്യങ്ങളാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു കളറാണ്. പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു ബ്ലാക്ക് കളറാണ് ഇപ്പോൾ ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണാൻ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് ഈ വാഹനം. ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പക്ക ഒരു SUV ലുക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത് വന്ന ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഈ ഒരു ഗ്രില്ല് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു റീഡിസൈൻ ചെയ്ത ഗ്രില്ലാണ്. അതിനകത്തൊരു ക്രോം ഇൻസൈഡ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അകത്തൊക്കെ ഒരു ഹണികോം ടച്ചാണ് വന്നിരിക്കുന്നത്. നടുക്ക് മഹീന്ദ്രയുടെ വലിയ ലോഗോ കാണാം. ആ ഗ്രില്ല് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ്. ഹെഡ്ലൈറ്റ് ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ്, പാർക്ക് ലൈറ്റ് അങ്ങനെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ് ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഇതിന് മുമ്പ് ബലേറോയിൽ ഫോഗ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, നമ്മൾ ആക്സസറി ആയിട്ട് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ടോപ്പ് എൻഡിൽ ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ ബമ്പർ കാര്യങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 180 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പം നമ്മൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ സിംഗിൾ ഹോൺ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വിസിബിൾ ആവുന്ന രീതിയിലാണ് ആ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു മാറ്റം ഇതിൻ്റെ പുതിയ അലോയ് വീൽസ് ആണ്. ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 215/75 R15 ആണ് ടയർ സൈസ് വന്ന്. 15 ഇഞ്ച് വീൽസ് ആണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വശങ്ങളിലായിട്ടൊരു ബ്രഷ്ഡ് ഡാർക്ക് ഫിനിഷിൽ ഒരു ലൈൻ ബാക്ക് വശം വരെ പോകുന്നത് കാണാം. അത് ആ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഒരു കട്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫെൻഡേഴ്സിൽ ഈ എവിടെയായിട്ട് നമുക്ക് ഹാലജനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫുഡ് സ്റ്റെപ്പ് ഇതിനകത്ത് ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. മിറേഴ്സിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബോഡി കളറിൽ തന്നെ മിറേഴ്സ് വരുന്നുണ്ട്. ഫ്ലിപ്പ് ടു ഓപ്പൺ ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു ക്രോം അല്ലെങ്കിൽ ഒരു സിൽവർ ടച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഫ്രണ്ടിലെ ആൻറ്റിന ഈ ഒരു വശത്തായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. വേറെ റൂഫ് റെയിൽസോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം വലിപ്പമുള്ള വലിയ സെക്കൻഡ് ഡോറുകൾ കാണാം. അതിലും ആ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വശങ്ങളിൽ നോക്കുമ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ആ ഒരു പഴയ ബലേറോ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. വേറെ യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. ബാക്കിലേക്ക് വരുമ്പോൾ എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല. പഴയ ഒരു ലുക്ക് തന്നെയാണ്. ബാക്കിലും പ്രത്യേകിച്ച് പുതിയ ഫീച്ചേഴ്സ് ഒന്നും ആഡ് ഓൺ ആയിട്ട് വന്നിട്ടില്ല. ഇതിപ്പോൾ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ബാക്കിൽ വൈപ്പേഴ്സ് വരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. അതിൻ്റെ നടുക്കായിട്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഡീഫോഗർ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. മഹീന്ദ്രയ്ക്ക് പലരും സ്പോയിലറൊക്കെ വെച്ച് കാണാറുണ്ട്. സ്പോയിലറൊക്കെ വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സ്പോട്ടിയസ് ലുക്ക് വരും. സെയിം സൈസായിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ നല്ലൊരു കവർ കാര്യങ്ങൾ വരുന്നുണ്ട്. സ്പെയർ വീല് സ്റ്റീൽ വീലുകളാണ്. അലോയ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് നടുക്ക് ബലേറോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൈലിലേക്ക് വന്നു കഴിഞ്ഞാലും ഫുൾ ഹാലജനായിട്ടാണ് വരുന്നത്. റിവേഴ്സ് ലൈറ്റ്, സ്റ്റോപ്പ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെയാണ് വരുന്നത്. അതിന് ചുറ്റുപുറവും ആ ഒരു ഗ്ലോസി റെഡ് റിഫ്ലക്ടർ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ബാക്കിൽ നിന്ന് കൊടുത്തിട്ടില്ല. ബാക്കിലെ ഡോർ ഹാൻഡിൽസ് ഫ്ലിപ്പ് ടു ഓപ്പൺ ആണ്. പക്ഷേ ഇതിനകത്ത് ആ ഫുൾ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് സ്പേസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 380 ലിറ്ററിൻ്റെയൊക്കെ ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കും. ശരിക്കും പക്ക ഒരു 7 സീറ്ററാണ്. ബാക്കിലെ സീറ്റിൽ നമുക്ക് സ്റ്റാൻഡിങ് പൊസിഷനോ കാര്യങ്ങളൊന്നുമില്ല. ലോങ് റൈഡൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് ഡോർ ഹാൻഡിലാണ്. അകത്തുനിന്ന് അടയ്ക്കാനായിട്ട് ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിലെ വൈപ്പറിൻ്റെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇത് പഞ്ചർ കിറ്റ് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഈ പാസഞ്ചേഴ്സിനും സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 7 സീറ്റർ ആയതുകൊണ്ട് 7 പാസഞ്ചേഴ്സ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്ലിപ്പ് ടു ഓപ്പൺ ആയിട്ടാണ് ഡോർ ഹാൻഡിൽ. അത് വേറെ റിക്വസ്റ്റ് സെൻസറോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ബേജ് കളറാണ് ഇൻറ്റീരിയറിന് വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിനുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നാലും ആ ഒരു സെയിം കളർ ടോൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് വരുന്നത്.
നമ്മൾ ആ ഹാൻഡിലിൻ്റെ പോർഷൻ ഒരു ബ്രൗൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിൽ കാണാം. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. റീസെൻ്റ്ലി വന്ന അപ്ഡേറ്റ് പ്രകാരം ലെതറിഡ് സീറ്റുകളാണ് 4 സീറ്റുകളും, മീൻസ് എല്ലാ സീറ്റുകളും ലെതറിഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകൾ തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, എഞ്ചിൻ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ഫ്ലിപ്പ് കീസ് കൊടുത്തിരിക്കുന്നു. 2 ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള കീ ആണ് ഇതിൽ വരുന്നത്. ഇനി അകത്തു നിന്നുള്ള ചേഞ്ചസ് എന്തെല്ലാമാണെന്ന് ചെക്ക് ചെയ്യാം. പുതിയ ബലേറയുടെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷെ നമുക്കൊരു ബ്രാൻഡ് ന്യൂ സ്റ്റിയറിംഗ് വീല് കാണാം. നമ്മളുടെ ബലേറോ നിയോലൊക്കെ കണ്ട സിമിലർ സ്റ്റിയറിംഗ് വീലാണ് ഇപ്പോൾ ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. അതൊരു 4 സ്പോക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. താഴെ സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനോ ടെലസ്കോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഴയതിന്റെ ക്ലസ്റ്റർ ഇങ്ങനെ ഫുള്ള് അറ്റം വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലായിരുന്നു. അത് മാറ്റി ഇപ്പോൾ സെൻട്രൽ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റലാണ്. പഴയ നമ്മുടെ കാൽക്കുലേറ്ററിലും ഫോണിലൊക്കെ കണ്ട സൈസ് ഒരു ഡിസ്പ്ലേ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് TPMS സ്റ്റാൻഡേർഡ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേണ്ട അത്യാവശ്യം ഇൻഫർമേഷൻസ് നമുക്ക് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു എംറ്റി, ക്ലോക്ക് പോലെയുള്ള ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ടോട്ടൽ കിലോമീറ്റേഴ്സിന്റെ ഓപ്ഷൻസും അതിനകത്ത് വരുന്നത്. ട്രിപ്പ് ബൈ ട്രിപ്പ് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിന്റെ മറ്റ് ഇൻഡിക്കേഷൻസ്, നമ്മളുടെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, എഞ്ചിൻ ടെമ്പറേച്ചർ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പോർഷനിലായിട്ട് അകത്തായിട്ടാണ് നമ്മുടെ ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻസ് കാണാം. അതിൻ്റെ ടോപ്പിലെല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. താഴേക്ക് വന്നാൽ ചെറിയൊരു ആൻഡ്രോയിഡ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 6 ഇഞ്ചിൻ്റെ സ്ക്രീൻ എന്നൊക്കെ പറയാം. ഇതിനകത്ത് നമുക്ക് ആപ്പ് കണക്ട് ചെയ്യുകയാണ് എങ്കിൽ, അതായത് കാർബിറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ മൊബൈലിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാപ്പ് നാവിഗേഷൻ പോലെയുള്ള ഇൻഫർമേഷൻസ് ഇതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം ടച്ച് റെസ്പോൺസ് ഒക്കെ ഉള്ള സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മ്യൂസിക്, മറ്റു കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് അതിനകത്ത് വരുന്നത്. റിവേഴ്സ് ക്യാമറ പോലെയുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. പാർക്കിംഗ് സെൻസേഴ്സ്, ബീപ്പ് സൗണ്ട് മാത്രമാണ് വരിക. ഇതിനകത്ത് ക്യാമറ ആക്സസറൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ആൻഡ്രോയിഡ് സ്ക്രീനായിട്ട് ആൻഡ്രോയിഡിൻ്റെ ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലായിട്ട് അതിൻ്റെ USB കണക്ട് ചെയ്യാനും അതിൻ്റെ ഒരു മെമ്മറി കാർഡ് ഇടാനും ഒരു Type-C ചാർജിംഗ് പോർട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC കൺട്രോൾസ് കാണാം. മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മളുടെ ആ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റും ഒരു ലെതർ ഫിനിഷ് പോലെ തോന്നിക്കുന്ന രീതിയിൽ അതിൻ്റെ കവറുകൾ കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതിനോട് ചേർന്നാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾസ് ഇവിടെ ഒളിച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് മിറർ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. സെന്റർ ആംറസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ആംറസ്റ്റ് ആക്സസറൈഡ് ചെയ്താലും ഇത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആംറസ്റ്റ് ആക്സസറൈഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ വന്ന മേജർ അപ്ഡേറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു സീറ്റുകളാണ്. നല്ല ലെതർ ഫിനിഷുള്ള പുതിയ സീറ്റുകൾ തന്നെ വരുന്നുണ്ട്. ആ ഒരു ബ്രൗൺ ഫിനിഷിൽ ഒരു പ്രീമിയം ലുക്ക് തരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല. ഗ്രാബ് ഹാൻഡിൽ ഫിക്സഡ് ഗ്രാബ് ഹാൻഡിലാണ്. കോർഡേഴ്സുകൾ, സൺവൈസസ് മാത്രമാണ് വരുന്നത്. മാനുവൽ ഡിമ്മിങ്ങുള്ള IR-VMs വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വരുന്നു. ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെൻറ്ററായിട്ട് നമുക്കൊരു റീഡിംഗ് ലൈറ്റുകൾ കാണാം. അത് ഹാലജനായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു ഡീസൻറ്റ് സൈസ് എന്ന് പറയാൻ വളരെ ചെറിയൊരു ഗ്ലോ ബോക്സ് കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ബലേറയിൽ കൊടുത്തിട്ടുള്ളത്. ചേഞ്ചസ് വന്ന് നമ്മുടെ പുതിയ സ്റ്റിയറിംഗ് വീലിൽ ചെറിയൊരു സ്ക്രീൻ, അതിൻ്റെ കൺട്രോളുകൾ കാര്യങ്ങൾ, ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട്, അങ്ങനെ വളരെ അത്യാവശ്യം വേണ്ട ആഡോൺസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എൻ്റെ സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. നമ്മൾ കയറി ഇടുന്ന ബോണറ്റെല്ലാം കണ്ട് സുഖമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാനായിട്ട് പറ്റും. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ്. ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെതർ ഫിനിഷുള്ള സീറ്റുകൾ വരുന്നതാണ്. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു സെൻട്രൽ പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്ക് നല്ല കൈയെല്ലാം വെച്ച് സുഖമായിട്ട് ഓടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ടിരിക്കാം. ഒരു കമാൻഡിങ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് വരുന്നത്. അത്യാവശ്യം ആഡോണായിട്ടുള്ള ലെഗ് റൂം കാര്യങ്ങൾ വരുന്നുണ്ട്. സീറ്റിൻ്റെ ബാക്കിലൊരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണും. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. സെന്റർ ആംറസ്റ്റ് ഇല്ല എന്നുള്ളത് ചെറിയൊരു പോരായ്മയാണ് സെന്ററിൽ ഇരിക്കുന്ന ആൾക്ക്. ബാക്കിലേക്ക് ഗ്രാബ് ഹാൻഡിൽസ്, ഫിക്സഡ് ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. വേറെ റീഡിംഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ബാക്കിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ബെലേറോയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടും ടോപ്പ് എൻഡ് വരെ നമുക്ക് 2 എയർ ബാഗേ വരുന്നുള്ളൂ. 6 എയർ ബാഗിന്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് വരുമ്പോൾ എന്തായാലും 6 എയർ ബാഗ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ബെലേറോയിൽ ഇപ്പോഴും മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. മഹീന്ദ്രയുടെ ട്രയൽ ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1.5 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 75 HP അടുത്താണ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ. മീൻസ് MHOP 75 എന്നാണ് ആ എഞ്ചിന്റെ പേര് തന്നെ പറയുന്നത്. അപ്പോൾ 75 HP ആണ് അതിന്റെ പവർ. 210 mm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് വിത്ത് 5 സ്പീഡ് മാനുവൽ. ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെ പറയാം. പണ്ടത്തെ അത്രയും ലാഗോ പ്രശ്നങ്ങളോ ഒന്നും ഇപ്പം ഇല്ല. അതുപോലെ തന്നെ ഓടിക്കാൻ കുറച്ചും കൂടി രസമായിട്ടുണ്ട് ഈ വാഹനം. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു റൈഡ് ഫ്ലോ എന്ന് പറഞ്ഞ അഡീഷണൽ ഫീച്ചേഴ്സും കൂടി സസ്പെൻഷനിൽ ആഡ് ഓൺ ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു റഗ്ഗിഷ് റോഡുകളിലൊക്കെ കയറുകയാണെങ്കിൽ അതിനനുസരിച്ച് സസ്പെൻഷൻ സെൻസ് ചെയ്ത് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ള റൈഡ് തരും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വീല് ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബെലേറോയിൽ കുറച്ച് ടൈറ്റ് ആയിരുന്നു. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല ലൈറ്റ് സ്റ്റിയറിംഗ് വീലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ, ഇപ്പോൾ ലേഡീസിനാണെങ്കിലും ഒരേപോലെ കൊണ്ടു നടക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ട്. മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി 16.5 ക്ലെയിം ചെയ്യുന്നത്. ഒരു 12-നും 13-നും ഇടയ്ക്കൊക്കെ ആവറേജ് സിറ്റിയിലും ഒരു 14 വരെയൊക്കെ ഹൈവേയിൽ നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ വാഹനത്തിൽ 4 വേരിയന്റ് ആണ് വരുന്നത്. GST ബെനിഫിറ്റ് വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൈസിന്റെ കുറവ് വന്നിട്ടുണ്ട്. ബേസ് വേരിയന്റായ B4 വേരിയന്റിന് 9,60,000 രൂപയാണ് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. മിനിമം ആ B6 ഓപ്ഷനിലെങ്കിലും എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി സെക്കൻഡ് വേരിയന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് B6 വേരിയന്റ് ആണ്. 10,42,000 രൂപയാണ് B6 വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. തേർഡ് വേരിയന്റ് ആയിട്ട് വരുന്നത് B6 ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ആ വാഹനത്തിന് 10,89,000 രൂപയും. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന B8 വേരിയന്റിന് 11,59,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത് ഈ ടോപ്പ് എൻഡ് വാഹനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏകദേശം 11,59,000 രൂപ. അത്യാവശ്യം വേണ്ട ആക്സസറീസ് എന്തെങ്കിലുമൊക്കെ ചെയ്തെല്ലാം ഇറക്കുമ്പോൾ ഒരു 12 ലക്ഷം രൂപ ബഡ്ജറ്റ് എന്ന് കൂട്ടാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ ബെലേറോയിലോട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബെലേറോ മാത്രമല്ല, മഹീന്ദ്രയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.